നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ സ്വകാര്യ ബഹിരാകാശ മേഖലയിൽ സുപ്രധാന നാഴികക്കല്ല് സൃഷ്ടിച്ച് അഹമ്മദാബാദ് ആസ്ഥാനമായ അസിസ്റ്റന്റ് ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഭ്രമണപഥത്തിൽ ഭൂമിയെ ചുറ്റുന്ന വസ്തുക്കളെ മറ്റൊരു ഉപഗ്രഹത്തിൽ നിന്ന് നിരീക്ഷിക്കാനും ചിത്രമെടുക്കാനുമുള്ള പുതിയ തദ്ദേശീയ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചിരിക്കുകയാണ് അസിസ്റ്റന്റ് ഇൻഡസ്ട്രീസ്. ഓർബിറ്റ് സ്നൂപ്പിംഗ് എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഭ്രമണപഥത്തിലെ മറ്റ് വസ്തുക്കളുടെ ചിത്രമെടുക്കുന്നത്. ഫെബ്രുവരി 3-നായിരുന്നു പുതിയ സാങ്കേതിക വിദ്യ വിജയകരമായി പരീക്ഷിച്ചത്. 80 കിലോമീറ്റർ ഭാരമുള്ള ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ AFR ഉപയോഗിച്ചായിരുന്നു പരീക്ഷണം. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിന്റെ ചിത്രങ്ങളാണ് അസിസ്റ്റന്റ് വിജയകരമായി പകർത്തിയത്. വെല്ലുവിളി നിറഞ്ഞതായിരുന്നു ദൌത്യം. ശക്തമായ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിലും അസിസ്റ്റന്റ് ISSന്റെ 2 ചിത്രങ്ങൾ പകർത്തി. യഥാക്രമം 300-250 കിലോമീറ്റർ അകലെ നിന്നാണ് ഈ ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നത്. ഭ്രമണപഥത്തിലെ വസ്തുക്കളുടെ കൃത്യമായ ട്രാക്കിംഗ് അസിസ്റ്റന്റ് വഴി നടത്താൻ സാധിക്കുമെന്നാണ് പ്രത്യേകത. ഇതേ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഭാവിയിൽ ബാലിസ്റ്റിക് മിസൈലുകളെ നിരീക്ഷിക്കാൻ സാധിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. 50,000 കോടി രൂപയിലധികം വിലമതിക്കുന്ന 50-ലധികം ഉപഗ്രഹങ്ങളാണ് ഇന്ന് ഇന്ത്യ ബഹിരാകാശത്ത് പ്രവർത്തിപ്പിക്കുന്നത്. ആശയവിനിമയം, നാവിഗേഷൻ, ഭൂനിരീക്ഷണം തുടങ്ങിയവയാണ് ഈ ഉപഗ്രഹങ്ങളുടെ പ്രവർത്തനം. ഭ്രമണപഥത്തിലെ ഈ ഉപഗ്രഹങ്ങളെ കൃത്യതയോടുകൂടി നിരീക്ഷിക്കാനും സമയബന്ധിതമായ വിവരങ്ങൾ ലഭിക്കാനും പുതിയ സാങ്കേതിക വിദ്യ സഹായിക്കും. അഹമ്മദാബാദിലെ വരാനിരിക്കുന്ന ഇലക്ട്രോണിക് ഒപ്റ്റിക്കൽ പേലോഡ് നിർമ്മാണ കേന്ദ്രത്തിൽ നിന്ന് 25 സെന്റിമീറ്റർ വരെ റെസല്യൂഷനിൽ ISSന്റെ ചിത്രം പകർത്താൻ ശേഷിയുള്ള അടുത്ത തലമുറ തദ്ദേശീയ പേലോഡ് നിർമ്മിക്കുകയാണ് എന്ന് അസിസ്റ്റന്റ് സ്പേസ് പറയുന്നുണ്ട്. ഭ്രമണപഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നിരീക്ഷിക്കാനും മനസ്സിലാക്കാനുമുള്ള രാജ്യത്തിന്റെ കഴിവ് പുതിയ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് വികസിക്കുക. രാജ്യം കൂടുതൽ കുതിക്കുകയാണ് എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവ് കൂടിയാണ് ഇത്. രാജ്യത്തിന്റെ യശസ്സും ശക്തിയും ഭൂമിയിൽ മാത്രമല്ല അങ്ങ് ബഹിരാകാശത്തിലും ഉണ്ട് എന്നതിന് ഇത് ആദ്യമായല്ല, ഇതിനു മുൻപും ഇന്ത്യ തെളിയിച്ചിട്ടുള്ളതാണ്.